ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ അവിടുത്തെ ചരിത്രങ്ങൾ, അവിടുത്തെ ആസാറുകളെ സംബന്ധിച്ച് എന്തൊക്കെയാണോ നമുക്ക് പരിചയവും കേട്ടറിവും, നമ്മൾക്ക് കണ്ടറിവായിട്ട് ആസാറുകളുണ്ടെങ്കിലും തങ്ങളെ സംബന്ധിച്ച് തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ പിന്തലമുല കാലത്തുള്ള ഓരോ കാര്യങ്ങൾ താനൂരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം താനൂർ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എത്രയോ രാത്രികളൊക്കെ തങ്ങൾ ഇവിടെ പല വീടുകളിലും അവിടുത്തെ വന്നു വരികയും അവരൊക്കെ അവിടെ വളരെ സ്വീകരണം നൽകുകയും ഒക്കെ ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ സ്മരണക്ക് അല്ലെങ്കിൽ അവിടുത്തെ ചരിത്രത്തിനായിട്ട് അവിടെ വെച്ചു പോവുകയും അത് വളരെ പുണ്യമായിന്ന് അവരെ വാപ്പമാരല്ല എത്രയോ തലമുറയായി ഇന്നും സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ബഹുമാനത്തോടുകൂടെ അതൊരിക്കലും കൈവിട്ട് കൊടുക്കില്ല. എത്ര ആളുകൾ വന്ന് ചോദിച്ച് ലക്ഷങ്ങൾ ചോദിച്ചാലും അല്ല തരാമെന്ന് പറഞ്ഞാലും അതൊരിക്കലും കൈവിട്ട് കൊടുക്കാതെ വളരെ ബഹുമാനത്തോടുകൂടെ ഒരുപാട് തലമുറകളായി ഇന്നും സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആസാറുകൾ നമ്മുടെ താനൂരിൻ്റെ പല വീടുകളിലും ഇന്നും ശേഷിപ്പായിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയാം, നമ്മൾ നിൽക്കുന്ന എളരാങ്കടപ്പുറം പള്ളി, അത് വളരെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്രമുള്ള പള്ളി. തങ്ങൾ നിർമ്മിച്ച പള്ളിയാണ് എന്നാണ് പറയുന്നത്. തങ്ങളുടെ പള്ളിയാണ്, മമ്പുറത്ത് തങ്ങളെ സ്ഥാപിച്ച പള്ളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പള്ളിയിലേക്കുള്ള ഹൗദ് തങ്ങളാണ് കൊടുത്തയച്ചത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ആ ഹൗദ് തങ്ങൾ അത് കല്ലുകൊണ്ടുണ്ടാക്കി പൊഴിച്ച് തങ്ങൾ കൊടുത്തയച്ചു എന്നാണ് പറയുക. പോകുന്ന വഴിയിൽ ആ കല്ല് കനോലിൻ്റെ ഈ പുഴയോരത്തത് ഇത് കെട്ടിക്കൊടുന്നപ്പോൾ അതിൻ്റെ പുഴയോരത്തതിൻ്റെ പുഴയിൽ വീണുപോയി. പിന്നെ അത് പൊക്കാൻ സാധിക്കാതെ ഇതായിപ്പോൾ വീണ്ടും തങ്ങളെടുത്ത് ചെന്ന് പറഞ്ഞു. തങ്ങളതിൽ ഒരു സാള് കൊടുത്ത് ആ സാള് കൊണ്ടത് പൊക്കി. അതൊരു കറാമത്താണ്. അല്ലാഹു തആല ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന, മഹത്തുക്കൾക്ക് കൊടുക്കുന്ന കറാമത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ സാള് കൊണ്ട് പൊക്കിയത് കടലോര ഭാഗത്തിൽ കൂടി ഇങ്ങനെ കൊടുന്നു ഇവിടെ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. പഴമക്കാരൊക്കെ പറയുന്നത് കേട്ടതാണ്. ഇന്നും ഇപ്പം നമ്മുടെ ഹൗദുണ്ട്, പക്ഷേ അത് പള്ളി പുനർമ്മിച്ചപ്പോൾ അതതിൻ്റെ അടിയിലിട്ട് മൂടിക്കളഞ്ഞു. പക്ഷെ അത് മൂടേണ്ടതായ സ്വത്തല്ലത്. അത് ഇന്നുള്ള ആളുകൾക്കത് കാണേണ്ടതാണ്. മൂടപ്പെടേണ്ട സാധനമല്ല, തുറക്കപ്പെടേണ്ട സാധനമാണ്. അത് എത്രയോ ആളുകൾ അത് കാണണം. അതൊരു സ്മാരകമായിട്ടെങ്കിലും പുറത്തത് സ്ഥാപിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ അത് എടുക്കാൻ കിട്ടാത്തത് കൊണ്ടോ എന്തായില്ല. പക്ഷേ ഇന്നും അതിൻ്റെ അടയാളം അവിടെ അടയാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ആ സാല്, അതായത് തങ്ങളന്ന് കൊടുത്തയച്ച ആ സാള് ഇന്നും നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളെ വീട്ടിൽ അത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കുള്ളേ അതെന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് അത് എടുക്കാറുണ്ട്. അത് വളരെ ബഹുമാനത്തോടു കൂടെയാണ് ആ വീട്ടിലത് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അത് ഇവിടെ മാത്രം നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങിയാൽ പഴയ മാളിയേക്കൽ, അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ വലിയ തറവാട് വീടുകളിലൊക്കെ ഓരോ ആസാറുകൾ തങ്ങളിതുണ്ടായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അതിൻ്റെ പിന്തലമുറക്കാർ ഇവിടുന്ന് കുറേ ആളുകളൊക്കെ താമസം മാറിപ്പോയി. അവരൊക്കെ കിഴക്ക് ഭാഗങ്ങളിലൊക്കെ താമസിക്കുമ്പോഴും അത് വളരെ ഒരാൾ പോയി ചോദിച്ചാൽ പോലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുഹറം മാസത്തിൽ പിന്നെ അത് ഇവിടുത്തെ കുട്ടികൾ, സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുട്ടികളതൊന്ന് കാണാൻ വേണ്ടി ചോദിച്ചപ്പോൾ അതില്ല, അത് 7 മുഹറമിൻ്റെ തങ്ങൾ വഫാത്തായ ദിവസമേ അത് എടുക്കുള്ളൂ, അത് എടുക്കാൻ പാടുള്ളൂ, അത് കാണാൻ പാടുള്ളൂ. അത്രയും ബഹുമാനമാണത്. പിന്തലമുറ പോലും അത് ബഹുമാനിച്ച് വെക്കുകയാണ്. എന്നിട്ട് അത് എടുക്കുന്നതെങ്കിൽ തങ്ങളെ പേരിൽ പ്രത്യേക മൗലൂദ് ഓതി ദുആ ചെയ്ത് ആ ഒരു വലിയൊരു പാരമ്പര്യമായ ചിട്ടയിലും ബഹുമാനത്തോടും ഇന്നും ഒരു പിന്തലമുറ അത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ എത്ര ബഹുമാനത്തോടു കൂടെ ഇക്കാരം അതിനൊക്കെ വളരെ ആദരവും വലിയ രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കൈമാറി കൊടുക്കുകയാണ് ആ ബഹുമാനം. അത് പിൻകാലത്തും അതിങ്ങനെ ബഹുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കേട്ടെ, ഇപ്പോൾ ഈ മുഹറം 10 കഴിഞ്ഞാൽ മുഹറം, നമ്മൾ സാധാരണ മുഹറം വളരെ ശ്രഫാക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ചാൽ യഥാർത്ഥം എന്താ എനിക്കറിഞ്ഞൂടെ, നമ്മൾ പലരോടും ഈ മുഹറം വരെ 10 വരെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് പൊതുവെ, ഒരു പെരക്കുറ്റിയെടുക്കാൻ പാടില്ല, ഒരു ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. അത് വളരെ ഒരു പ്രാധാന്യമായിട്ട് ഒരു നസ് എന്ന് പറയാം നമ്മൾ അങ്ങനെ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ മുഹറം മാസത്തിൻ്റെ 7-10 ദിവസമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ വഫാത്ത്. അപ്പോൾ തങ്ങളോടുള്ള ഒരു ബഹുമാന സൂചന, അന്ന് മുസ്ലിമീങ്ങൾ ഒരു പ്രത്യേകമായി ഒന്നും ചെയ്യരുത്, ആണ്ടതികളോ അല്ലെങ്കിൽ ഒരു വലിയതോ, അതായിരുന്നു അതിൻ്റെ അടിസ്ഥാനം എന്ന് വരെ പഴമക്കാർ പറഞ്ഞിരുന്നുണ്ട്. ഇന്ന് വലിയ അടിസ്ഥാനമുണ്ടോ എനിക്കറിഞ്ഞൂടാ, അതിന് വേറെ വല്ലതുണ്ട് അങ്ങനെ വരെ. അതായത് അത്രത്തോളം ആ ദിവസം തങ്ങൾ വഫാത്തായ ആ ഒരു ദിവസം പിറ്റത്തെ കാലങ്ങളിൽ ഈ മുഹറം 10 കഴിയാതെ, തങ്ങളുടെ വഫാത്തിൻ്റെ ആണ്ട് കഴിയാതെ ഒന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. പിന്നെ 9ഉം 10ഉം മുഹറം താസുവാവും ആശുറാവുമാണ് അന്ന് പിന്നെ പ്രധാനമായിട്ടുള്ള. അത്രയും ബഹുമാനത്തോടു കൂടെയായിരുന്നു ഇവിടെയൊക്കെ. ഇവിടെ എന്നല്ല, നമ്മളെ എല്ലാ ഭാഗങ്ങളും ഇവിടെയൊക്കെ പ്രത്യേകിച്ച് പഴമക്കാർ, പഴയ തലമുറ ഒരുപാട് സംഗതികൾ ഇവിടെ, അതിനൊക്കെ വളരെ ബഹുമാനത്തോടുകൂടെയും അടിസ്ഥാനപരമായും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഴയ തലമുറയിൽ നിന്ന് നമുക്ക് ഇല്ലാതെയായി പോയി. അതുകൊണ്ടാണ് വിദേഹത്തിൻ്റെ കക്ഷികളൊക്കെ ഇവിടെ നാടുകളിൽ കടന്നുകൂടി പഴമയെ നശിപ്പിച്ചത് കൊണ്ടാണ് ഈ നാട്ടിൻ്റെ മൂല്യച്യുതി യഥാർത്ഥത്തിൽ ഒരു നല്ല അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാട് മാറിപ്പോകാനുള്ള പ്രധാന കാരണം. പഴമയിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ. പുതിയ തലമുറക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് കോലം കെട്ടാന്നാൽ ആ ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന മമാലിയക്കാർക്കൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അതുകൊണ്ട് തന്നെ സമയം ഒഴുകുന്നുണ്ട്. ഇബ്രാഹിം മാഷുണ്ട് ഇവിടെ, കുറേ ചരിത്രങ്ങൾ അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരൊക്കെ ഒരുപാട് സ്മരിക്കാനുണ്ടായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ നല്ലൊരു സംരംഭമാണ്. കുറേ ആളുകൾ കൂടുതലല്ല, ഇത് ഈ പറയുന്ന കാര്യങ്ങൾ പിൻതലമുറക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെ ഇതിൻ്റെ എന്നും ഇത് ശേഷിപ്പ് നിലനിർത്തുക എന്നതാണ് ഈ മഹത്തായ പരിപാടികളെ കൊണ്ടൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഇത് കബൂൽ ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.